ഇറാൻ US ഇടക്കാല കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പശ്ചിമേഷ്യ സമാധാനത്തിന്റെ പാതയിലാണ്. അന്തിമ കരാറിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ മാനിക്കാതെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ലബനാനിൽ ആക്രമണം അഴിച്ചുവിടുന്നു. ദക്ഷിണ ലബനാനിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇടക്കാല കരാറിന് ശേഷം ലബനാനിൽ സംഭവിക്കുന്നതെന്നാണ്? നെതന്യാഹു ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ്? പരിശോധിക്കാം. ലബനാനിൽ ഇസ്രായേൽ നരനായാട്ടം. ഇറാൻ US ഇടക്കാല വെടിനിർത്തൽ കരാറിലെ സുപ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു ലബനാനിലെ ഇസ്രായേൽ ആക്രമണം. ഇറാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ട്രംപ് ഇക്കാര്യം കരാറിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കരാർ യാഥാർത്ഥ്യമായതിനു ശേഷം ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ദക്ഷിണ ലബനാനിലെ നബാത്തിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണം അഴിച്ചുവിട്ടത്. 50ഓളം പേർ കൊല്ലപ്പെട്ടു, 98 പേർക്ക് പരിക്കേറ്റു. ഇന്ന് നടന്ന ആക്രമണത്തിൽ 5 പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് ഔദ്യോഗിക കണക്കാണ്. സ്വാഭാവികമായും കണക്കുകൾ ഇതിൽ കൂടാനാണ് സാധ്യത. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് ഹിസ്ബുള്ളയാണെന്നാണ് ബെന്യാമിൻ നെതന്യാഹു വാദിക്കുന്നത്. ഈ ഭീഷണി അവസാനിപ്പിക്കാതെ സൈന്യത്തെ പിൻവലിക്കില്ല എന്നും ഇസ്രായേൽ പറയുകയാണ്. USഉം ഇറാനും തമ്മിലുണ്ടാക്കിയ 14 ധാരണാപത്രം പ്രകാരം ലബനാനിൽ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഉടനടി സൈനിക നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതാണ് ഇസ്രായേൽ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിന്റെ ലക്ഷ്യം എന്താണ്? കരാർ വന്നിട്ടും ഇരുവിഭാഗങ്ങളും അംഗീകരിച്ചിട്ടും എന്തുകൊണ്ടാണ് നെതന്യാഹു ആക്രമണം അവസാനിപ്പിക്കാത്തത്? നമുക്കറിയാം, ഇറാൻ US യുദ്ധം ആരംഭിക്കുന്നത് തന്നെ ഇസ്രായേലിന്റെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ഒരിക്കലും ഇസ്രായേൽ താല്പര്യമായിരുന്നില്ല. നെതന്യാഹുവിന്റെ താല്പര്യങ്ങൾ മാനിക്കാതെ പ്രാബല്യത്തിൽ വന്ന കരാർ ഏത് വിധേനയും അട്ടിമറിക്കുക എന്നത് മാത്രമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ലബനാനിൽ ആക്രമണം തുടർന്നാൽ അത് കരാർ ലംഘനമായി കണക്കാക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട്. അതിന് കാരണം ലബനാൻ സ്വീകരിച്ച ഇറാൻ അനുകൂല നിലപാടാണ്. അതേസമയം ഏതെങ്കിലും തരത്തിൽ ഹിസ്ബുള്ള ഇസ്രായേൽ ആക്രമിച്ചാൽ അത് കരാർ ലംഘനമായി കണക്കാക്കുമെന്ന് ട്രംപും പ്രതികരിച്ചിരുന്നു. സ്വാഭാവികമായും ലബനാൻ ആക്രമണത്തിലൂടെ ഇറാനെ പ്രകോപിപ്പിക്കുക എന്നതാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്. ഇറാൻ ആക്രമണം പുനരാരംഭിച്ചാൽ സ്വാഭാവികമായും അത് കരാർ അട്ടിമറിക്കപ്പെടും. അതുതന്നെയാണ് നെതന്യാഹു ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. ട്രംപിന്റെ ഇടപെടൽ എന്താണ്? ഇസ്രായേലിന്റെ ലബനാൻ ആക്രമണത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അസ്വസ്ഥനാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തൽ പുതുക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് ഇപ്പോൾ വാദിക്കുന്നുണ്ട്. ഇതിനു മുമ്പും ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇസ്രായേൽ സുരക്ഷിതമായി തുടരുന്നത് US ഉള്ളതുകൊണ്ട് മാത്രമാണെന്നും ട്രംപ് വാദിക്കുന്നുണ്ട്. ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ലബനാൻ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഇസ്രായേലിനെ അറിയിച്ചു. പക്ഷേ ഈ ഭീഷണികൾക്ക് ചെവി കൊടുക്കാതെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ തന്നെ ഇറാൻ യുദ്ധം പുനരാരംഭിക്കാനുള്ള ഇസ്രായേൽ US തന്ത്രമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയെന്ന് ഒരു വിഭാഗം വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അന്തിമ കരാറിനായുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. ലബനാൻ ആക്രമണം ഇറാൻ US അന്തിമ സമാധാന കരാറിനെ ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരുന്ന യോഗം മാറ്റിവെച്ചതാണ് ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനം. US പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് നിലവിൽ സ്വിറ്റ്സർലൻഡിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മുതിർന്ന ഉപദേശകനും ഒപ്പം തന്നെ ട്രംപിന്റെ മരുമകനുമായിട്ടുള്ള ജറാദ് കുഷ്നർ നേരത്തെ തന്നെ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് എത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ആദ്യഘട്ട ചർച്ചയാണ് നടക്കാനിരിക്കുന്നത്. ചർച്ച അതിന്റെ വഴിക്ക് നടക്കുമെന്നാണ് ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നത്. ഇറാന്റെ നിലപാട്, സ്ഥിതിഗതികൾ ഇങ്ങനെ തുടരുമ്പോൾ ഇറാന്റെ നിലപാട് എന്താണെന്നാണ് ചോദ്യം. ലബനാനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടർന്നാൽ സമാധാന കരാർ തകരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലബനാനെ ചുട്ടരിക്കുമെന്നാണ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ബെൻ ഗവീറും ഒപ്പം തന്നെ സ്മോട്രിക്കും ഉൾപ്പെടെയുള്ളവർ നിലപാടെടുത്തിട്ടുള്ളത്. അതാണ് ഇറാന്റെ ആശങ്കയ്ക്കുള്ള പ്രധാന കാരണം. ഇനി ഇസ്രായേൽ ലബനാൻ ആക്രമിക്കരുത്, അതിന് ട്രംപ് ഇടണമെന്നാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആവശ്യം. വെടിനിർത്തൽ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അത് ചർച്ചകളെ ബാധിക്കുമെന്ന് അബ്ബാസ് അറാഖ്ചി നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്നോടൊപ്പം MC നാസർ കൂടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി. നാസർ, ഈ പറഞ്ഞതുപോലെ തന്നെ ലബനാനിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ എന്താണ്?
എന്തായാലും ലബനാനിൽ ആക്രമണം നിർത്തിവെച്ചതായിട്ടാണ് അല്പം മുമ്പ് ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു, അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇവരുടെ സാന്നിധ്യത്തിൽ നടന്ന സുരക്ഷാ സമിതി യോഗത്തിലാണ് അടിയന്തരമായിട്ട് ദക്ഷിണ ലബനാനിലെ എല്ലാ ആക്രമണങ്ങളും നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. പക്ഷേ അതേസമയം ദക്ഷിണ ലബനാനിൽ നിന്ന് സൈനിക പിന്മാറ്റം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നുണ്ട്. കാരണം ആ സൈനിക പിന്മാറ്റം പൊടുന്നനെ ഉണ്ടാകില്ല എന്നുകൂടി ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമാർ 3 ദിവസമായി തുറന്ന ഹോർമുസ് കടലിടുക്ക് സമ്പൂർണ്ണമായിട്ടും അടച്ചിടാനുള്ള ഒരു തീരുമാനം ഇറാൻ സേന കൈക്കൊള്ളുകയും അക്കാര്യം ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം സ്വിറ്റ്സർലൻഡിലേക്കുള്ള തങ്ങളുടെ യാത്ര ഉടൻ തന്നെ ഉണ്ടാകുമെന്നൊരു സൂചന കൂടി ഇപ്പോൾ ഇറാൻ നൽകുന്നുണ്ട്. ഒരുപക്ഷെ തിരക്കിട്ട ആശയവിനിമയങ്ങൾ, മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ, ഇതിന്റെ ഒരു പ്രതികരണം എന്നതിലൊക്കെയാണ് ഇപ്പോൾ ഇറാൻ ഈ കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ, ഈ 14 വ്യവസ്ഥകളുണ്ട് ഈ ധാരണാപത്രത്തിലെ, അത് പൂർണ്ണമായിട്ടും പാലിക്കും എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുമാണ്. അവർ അക്കാര്യം പൂർണ്ണമായിട്ടും പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാൻ തങ്ങൾക്കും താല്പര്യമുണ്ട് എന്നാണ് അല്പം മുമ്പ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ സ്വിറ്റ്സർലാൻഡിൽ ആരംഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകനും വൈറ്റ് ഹൌസ് ഉപദേശകനുമായിട്ടുള്ള ജാറദ് കുഷ്ണർ എന്നിവർ സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ കാലിബാഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും മിക്കവാറും നാളെ തന്നെ സ്വിറ്റ്സർലാൻഡിലേക്ക് വരികയാണെങ്കിൽ ആ ചർച്ച ആരംഭിക്കും. എന്തായാലും ഹോർമുസ് എപ്പോൾ തുറക്കും എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം കൂടി ഇറാന്റെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. ലബനാനിൽ ആക്രമണം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കടുത്ത നടപടികളിലേക്ക് തങ്ങൾ നീങ്ങും എന്ന വളരെ കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരേപോലെ നൽകുന്നത്. അനീഷ, ഏതായാലും ട്രംപിന്റെ ഇടപെടലിന് പിന്നാലെ നിലവിൽ ഇപ്പോൾ ലബനാനിലെ ആക്രമണം ഇസ്രായേൽ നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വിഷയവുമായി തിരിച്ചെത്താം. ഇടവേള കഴിഞ്ഞു.